അപ്പോഴും ലോജിക്ക് വെച്ച് ഈ ചോദ്യത്തിനുള്ള ഉത്തരവായില്ല സാറേ. കുരങ്ങിൽ നിന്ന് കുരങ്ങുണ്ടാവുന്നു, മനുഷ്യനിൽ നിന്ന് മനുഷ്യനുണ്ടാവുന്നു. അപ്പോഴും ഈ മനുഷ്യൻ ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഒരു സ്പീഷീസ് ആയില്ലേ, ഈ രണ്ട് കോഴികൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അപ്പോഴും ആ ഒരു കോഴിയല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ അത് കോഴിയുണ്ട്. അപ്പൊ അവിടെ എന്താണ് മൈക്രോ ഇവല്യൂഷൻ സംഭവിച്ചു, സൂക്ഷ്മ പരിണാമം സംഭവിച്ചു, സൂക്ഷ്മ പരിണാമം നടക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ. നിങ്ങളുടെ സെക്കൻഡ് സൂചി സഞ്ചരിക്കുന്നുണ്ട്, മിനിറ്റ് സൂചി സഞ്ചരിക്കുന്നുണ്ട്, മണിക്കൂർ സൂചി സഞ്ചരിക്കുന്നു, കലണ്ടറിൽ ഡേറ്റ് നീങ്ങും. അതൊക്കെ അതും ലോജിക്കാ. ലോജിക്കല്ല, ലോജിക്കായിട്ട് ചിന്തിക്കേണ്ട ഒരു സാധനമല്ലേ. സെക്കൻഡ് സൂചി സഞ്ചരിക്കുകയും സെക്കൻഡ് സൂചി ഇരിക്കാൻ സമയം സ്റ്റില്ലായിട്ടിരിക്കണം. എല്ലാ ഇപ്പൊ സാറ് പറയുന്ന അവിടെയും ഉത്തരവല്ല, ചോദ്യങ്ങളാ സാറ് തിരിച്ചു ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നതല്ല. അതായത് മൈക്രോ ഇവല്യൂഷൻ സത്യമാണ് എങ്കിൽ, വസ്തുതയാണെങ്കിൽ, സംഭവിക്കുന്നുണ്ടെങ്കിൽ, മൈക്രോ ഇവല്യൂഷൻ സത്യമാണെങ്കിൽ, മൈക്രോ ഇവല്യൂഷൻസ് ഏത് ടൈം സ്കെയിലാണ് ഇത് അക്യുമുലേറ്റ് ചെയ്യുന്നത് അറിയാം? നിങ്ങൾക്ക് എത്ര വർഷം മുമ്പുള്ള കാര്യങ്ങൾ വരെ ഓർമ്മയുണ്ട്? എനിക്ക് ചരിത്രം നോക്കുകയാണെങ്കിൽ വർഷങ്ങൾ തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുള്ള അങ്ങനെ ഓർമ്മ. എന്റെ ലൈഫില് എനിക്ക് ഒരു 5 വയസ്സിന് ശേഷം, ഒരു 8 വയസ്സിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ സമ്മതിച്ചു. ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് സിൻസ് യു ആർ ആൻ ഓണസ്റ്റ് പേഴ്സൺ. ഓക്കെ. നമ്മുടെ മനുഷ്യരാശിയുടെ മൊത്തം കളക്റ്റീവ് നോളജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10,000 വർഷം പറയാം, അല്ലെ? 10,000 വർഷം ഒന്നും അറിയില്ല, എന്നാലും 10,000 വർഷം പറയാം. വാട്ട് അബൌട്ട് 50,000 years? 5 കുറച്ച് പൂജ്യങ്ങൾ. ആക്ച്വലി ഒരു മനുഷ്യന് ഓർക്കാൻ കഴിയുന്ന പരമാവധി 10-60 വർഷമാണ്. അതിനു മുന്നേ 100 വർഷത്തേനോ 100 വർഷം 1000 വർഷമായിട്ട് 1000 വർഷം. ഇത് നമ്മൾ ചുമ്മാ ഇങ്ങനെ പൂജ്യം ഇടുന്നു എന്നല്ലാതെ എത്ര ടൈം സ്കെയിൽ എത്ര ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഈ പരിണാമം നടന്നു എന്ന് പറയുന്ന ഗ്രാൻഡ് ടൈം സ്കെയില് നമ്മൾ ഇന്നലെ വെച്ച മത്തി ഇന്ന് കറി വെച്ചു എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അങ്ങനെയല്ല. ഇപ്പം 5 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അത് പ്രോസസ്സ് ചെയ്യത്തില്ല. നിങ്ങൾ ചുമ്മാ ഒരു 5 ഇട്ടിട്ട് കുറെ പൂജ്യം ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. 5 കോടി വർഷങ്ങൾക്ക് മുമ്പ്, 5 കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെ ഡൈനസോറുകളുടെ ചില ഫോർമേഷൻ നമ്മളത് പഠിക്കും. 5 കോടി വർഷങ്ങൾ, 5 കോടി വർഷങ്ങൾ, അടിപൊളി. ഇത് ആക്ച്വലി നമ്മൾ ആ ടൈം അവിടെ പ്രോസസ് ചെയ്തിട്ടില്ല, അത് നമുക്ക് ദഹിച്ചിട്ടില്ല. അല്ല, അത് ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, വിശ്വാസമല്ല. എന്തുകൊണ്ട് സാർ ഈ പറയുന്നതൊക്കെ സാറിന്റെ അപ്പൊ എന്താ? ഇപ്പൊ ഈ സാർ ഈ ഡാർവിന്റെ പരിണാമം പറഞ്ഞു, അതുപോലെ ഇപ്പൊ പറയുന്ന സാറ് 5 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ? ഇതൊക്കെ ഇപ്പൊ സാറ് മനസ്സിലാക്കി വെച്ച കാര്യങ്ങളെ സമർത്ഥിക്കുന്നുള്ളൂ? അതോ ഇതൊക്കെയാണ് ശരി എന്ന് സമർത്ഥിക്കും? അതൊക്കെയാണല്ലോ സാറിന്റെ വിശ്വാസങ്ങൾ? ഇത് കേൾക്കും. 5 കോടി വർഷങ്ങൾ. ഞാൻ എൻ്റെ ഒരു സ്കെയിൽ പറയാം. ഭൂമിക്ക് ഒരു 460 കോടി വർഷത്തിന്റെ പ്രായമുണ്ട്. 460. ഭൂമിയിൽ ആദ്യത്തെ ഒരു മനുഷ്യരൂപം, ഒരു ജീവന്റെ രൂപം ഉണ്ടാകുന്ന ഇപ്പോൾ സൈനോ ബാക്ടീരിയ ഒരു 300-350 കോടി വർഷം. പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ വന്ന് നമ്മളൊരു 56 മുതൽ 60 കോടി വർഷത്തിനിടയിലുള്ള കേംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ജീവജാലങ്ങളും ഫൈലങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ആദ്യം ഉണ്ടാകുന്ന ജീവികളാണ്, പിന്നെയാണ് സസ്യം ഉണ്ടാകുന്നത്. പറഞ്ഞ നേരെ തിരിച്ചാണ് ആളുകൾ കരുതിയിരിക്കുന്നത്. ഈ ഓരോരോ ഏജ്, ഡെവോണിയൻ ഏജ്, ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ജുറാസിക് ഏജ് എന്നൊക്കെ പറയുന്നത് ഒരു 18 കോടിക്കും ഒരു 8 കോടി, ഒരു 5 കോടിക്കും 6 കോടിക്കും ഇടയ്ക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഏജ് ഉണ്ടായിരുന്നു എന്നും അന്ന് ഡൈനസോർ ഉണ്ടായിരുന്നു എന്നും നമ്മൾ വിശ്വസിക്കുകയാണെന്ന് താങ്കൾ ചോദിച്ചു. അല്ല, ഡൈനസോർ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം ഇന്ന് നമ്മൾ കാണുന്ന ജീവികൾ മരിച്ചതിന് ശേഷം അസ്ഥികൂടങ്ങളാകും. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പല അസ്ഥികൂടങ്ങളും ഫോസിലുകളും ഇന്ന് നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത, എന്നാൽ ഈ എന്താ പറയുക, അരണയുടെ ഒക്കെ വലിയ എഴുന്നേറ്റ് നിൽക്കുന്ന അതേപോലുള്ള അത്രയും വലിപ്പമുള്ള വാരിയെല്ലുകൾ, അത്രയും വലിപ്പമുള്ള തുടയെല്ലുകൾ, അത്രയും വലിപ്പമുള്ള സന്ധികൾ. അപ്പൊ അതൊക്കെ ഫിറ്റ് ചെയ്യാവുന്ന ചില ജീവികൾ, കഴുത്തിന്റെ ഒരു ഇത് കിട്ടുന്നു. ആ കഴുത്തിന്റെ നീളം അതിഭീകരമാണ്. അപ്പോൾ ആ കഴുത്ത് ഫിറ്റ് ചെയ്യാവുന്ന ജീവികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഈ ഭൂമി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇത് എവിഡൻസ് ആണ്. എവിഡൻസ് അല്ലാതെ വേറെ ഈ ഡൈനസോറിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. ഡൈനസോറിനെ ഭൂമി എവിഡൻസ് കിട്ടിയപ്പോഴാണ് സാർ അത് വിശ്വസിച്ചത്. ഞാൻ വിശ്വസിക്കാം, എനിക്ക് വിശ്വാസം ഇല്ല. പക്ഷെ സാറ് അംഗീകരിക്കുന്നത് അല്ലെ, വിശ്വാസം മാറ്റി വെക്കാം, സാർ അത് അംഗീകരിച്ചു അല്ലെ. അംഗീകരിക്കുന്നതുകൊണ്ടാണല്ലോ സാർ ഇത് ഇവിടെ നമ്മളിപ്പോ ഇത്രയും മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾക്ക് മുന്നിൽ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ സാർ സംസാരിക്കുന്നത്. സാർ അത് അംഗീകരിക്കുന്ന കാര്യമായതുകൊണ്ടാണല്ലോ.